ഇക്കുറി പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞാണ്ട് എല്ലാവരും പള്ളിക്ക് അങ്ങനെ ഇരിക്കുക. അതിലാണ് എൻ്റെ മക്കൾ. ആ മഞ്ഞ എൻ്റെ മകനാണ്. ബാക്കി അന്ത്രോൻ്റെ കുട്ടികൾ, കാരണന്മാരെ കുട്ടികൾ ഒക്കെ നല്ല പുതിയ കുപ്പായൊക്കെ ഇട്ട് റാത്തിലിങ്ങനെ ഇരിക്കുക. റാത്തിലിരുന്ന് അത് കുറച്ചിട്ട് കഴിഞ്ഞാൽ കണ്ടിട്ട് പായസം കൊടുക്കണം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ. അതിൻ്റെ അടിയിൽ കൂടെ സാജിദ് അതിലൊക്കെ കൊടുക്കണു, വാവത പാരുന്നു, മനാഫിദ് അതിലൊക്കെ കൊടുക്കണു. കുറേ ആൾക്കാരുണ്ട് പായസം കൊടുക്കാനായിട്ട്. ഭയങ്കര തിരക്കുക പായസത്തിന്. അതൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇക്കുറി നോമ്പിന് എല്ലാ നിസ്കാരം കറക്റ്റ് നേരത്ത് ഇമാമിനോടുകൂടി നിസ്കരിച്ചിട്ട് ആ കുട്ടികൾക്കുള്ള പ്രോത്സാഹന സമ്മാനമാണ് കൊടുക്കുന്നത്. അത് കുറേ കുട്ടികളുണ്ട്. അപ്പോൾ അത് കൊടുക്കണതിൻ്റെ മൂത്താപ്പയാണ് ഒരു കുട്ടിക്ക് കൊടുക്കുന്നത്. അങ്ങനെ പല കുട്ടികൾക്കും സമ്മാനം കൊടുക്കുന്നുണ്ട്. മൗലയിൽ വിളിച്ചു കണ്ട് ഇങ്ങനെ കാരണന്മാരെടുത്ത് കൊടുത്ത്, കാരണന്മാരാണ് കൊടുക്കുന്നത്. ഇത് ഔലാക്കയാണ് ഇപ്പോൾ കൊടുക്കുന്നത്. അങ്ങനെ പല ആൾക്കാരും കൊടുക്കുന്നുണ്ട്, പല കുട്ടികൾക്കും. എല്ലാ കുട്ടികൾക്കും ഇതൊരു പ്രോത്സാഹനം. എന്താ വെച്ചാൽ അടുത്ത കുറി എല്ലാ കുട്ടികളും കറക്റ്റ് നേരത്തിന്. ഇത് അൽബാക്കയാണ്. അൽബാക്ക ഇങ്ങനെ വടിയും കുത്തി വന്നീനോ, വടിയൊക്കെ ഒഴിവാക്കിക്കാണ്ടേ കുട്ടികൾക്ക് ഇങ്ങനെ കൊടുക്കുകയാണ്. എല്ലാ കുട്ടികൾക്കും അപ്പോൾ ഒരു സന്തോഷമാണല്ലോ. സ്മലാക്ക കൊടുക്കണ ഒരു കച്ചൊക്കെ പിടിച്ച് മട്ടത്തിൽ, അത് സാജിദിൻ്റെ ഇറക്കാം. ഇത് അബൂക്കൻ്റെ അന്ത്രം മെയ്തിയാങ്കയാണത്. മെയ്തിയാങ്കാൻ്റെ വേറെ കുട്ടിക്ക് റാഫി. എല്ലാവർക്കും ഉണ്ടല്ലോ കുറി. കുറേ കുട്ടികൾക്ക് സമ്മാനമുണ്ട്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു ഫോട്ടോ എടുക്കലാണ്. വരിക്ക് നിന്നുകാണ്ടേ എല്ലാവരും ഫോട്ടോ എടുക്കലാണ്. അപ്പുറത്താണ് ഫോട്ടോ എടുക്കണത്. അപ്പോൾ ഞാൻ പുറത്തെടുത്ത് കാണ്ടേ വേറൊരു വീഡിയോയിൽ ഇടാൻ വേണ്ടി വേറെ ഫോട്ടോ ആയിട്ട് ഇങ്ങനെ എടുക്കുകയാണ്. അപ്പോൾ എല്ലാവരും പെടണമല്ലോ. മുന്നിൽ വന്നപ്പോൾ സിയാബ്, അതിന് പുറത്ത് സമീർ, എല്ലാവരും ചുളിവിൽ നിൽക്കുകയാണ് ആ ഫോട്ടോത്തിൽ കൊടുങ്ങാതൊക്കെ. അപ്പോഴാണ് ഞാൻ ഈ സൈഡിൽ കൂടെ ഫോട്ടോ എടുത്തത്. അതൊക്കെ കഴിഞ്ഞ് മന്തിക്ക് പോവാണ്. നമ്മൾ ആലത്തൂർപ്പടി അങ്ങാടി കൂടെ ഇങ്ങനെ പോവാണ് മന്തി മേടിച്ചാൽ. ഒരു മന്തിയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. പെരക്കാർക്കൊന്നും ഉണ്ടാക്കാൻ പറ്റിച്ചപ്പോൾ മന്തി മേടിച്ച ആലത്തൂടി അങ്ങാടിയിലാണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത്. മന്തി മേടിച്ചാൽ വേണ്ടി പോവുക. അപ്പോഴാണ് മന്തിക്കടിയിലെത്തിയപ്പോഴോ അവിടെ അതിലേറെ വരിക. പക്ഷെ നമ്മൾ ചുളിവിൽ ടോക്ക് എടുത്തുകൊണ്ടേ വരി നിൽക്കേണ്ട ആവശ്യം വന്നില്ല. അതൊക്കെ കഴിഞ്ഞ് ഉള്ളിൽ കയറിയപ്പോണ്ട് ഇവിടെ മൈനീസും കച്ചപ്പൊക്കെ പാക്കറ്റാക്കണം. അതൊക്കെ കഴിഞ്ഞ് ചെമ്പിൻ്റെ അവിടെ പോയപ്പോൾ അതിലേറെ തിരക്ക്. ചോറിങ്ങനെ കുത്തണോ, കീസക്ക് നിറക്കണോ, പാർസലങ്ങനെ പോകണോ, അതിന് നിൽക്കുന്ന ആൾക്കാരാണ് ഈ വരി മൊത്തം. പക്ഷെ നമുക്കതിന് ചുളിവിൽ കിട്ടി. അത് കിട്ടിയപ്പോൾ അതായിട്ട് ഇങ്ങനെ പോന്നു. പെരിയിലെത്തിയപ്പോൾ പാത്രത്തേക്ക് പൊട്ടിച്ചിടുക. മക്കൾ കാത്ത് നിൽക്കുക. എന്നിട്ട് പൊട്ടിച്ചിട്ട് വേണം ചോറ് കഴിച്ചാനല്ലിക്കാണ്ട്. ഒരു പാത്രത്തേക്ക് ചോറ്, ഒരു പാത്രത്തേക്ക് മന്തി പീസ്. ആഹാ, ഏതാ പീസ് നോക്കി നിങ്ങൾ. അതിൻ്റെ ഒപ്പം കച്ചപ്പും ഇത് ചെറിയ പാത്രത്തേക്ക് അതാക്കുക. അതൊക്കെ കഴിഞ്ഞ് മക്കൾ ചോറ് വഴി തുടങ്ങിയിരിക്കണു. എല്ലാവർക്കും വേണം. അതിൻ്റെ ഒപ്പം പായസമാണത്. ഇക്കുറി പെരുന്നാൾ പായസം. പെപ്സിയും കൂട്ടിയൊരു പിടുത്തം പിടിച്ചാണ്ട് കാനോ ചെറുക്കം നിന്നാണെങ്കിൽ പെപ്സി കുപ്പിയൊക്കെ മുന്നിൽ വെച്ചിക്കാണ്ട്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഗസ്റ്റ് പോയതാണ് മൂത്തമ്മാൻ്റെ അവിടേക്ക്. അവിടെ ചെന്നപ്പോണ്ട് മക്കളുണ്ട്. അവിടുത്തെ മൂത്തമ്മാൻ്റെ ചെറുക്കൻ്റെ കുട്ടികളെ വണ്ടിയിൽ കളിച്ചു. എൻ്റെ മൂത്തമ്മ ചോറ് കഴിച്ചിക്കാണ്ട് ഇങ്ങനെ കുത്തിർക്കുക. ആ നേരത്തെ ഒരു ഫോട്ടോ. ഓൽക്കാണെങ്കിലോ ചെമ്മീൻ ബിരിയാണി, ചിക്കൻ പൊരിച്ചത്. അതൊക്കെ കഴിഞ്ഞ് കുട്ടികളെ ഒരു വീഡിയോ ഫോട്ടോ കൊടുത്തു. അതൊക്കെ കഴിഞ്ഞ് രണ്ടാമത്തെ മൂത്തമ്മാൻ്റെ അടുത്തേക്ക് എത്തി. അവിടുത്തെ പേരക്കുട്ടി, എൻ്റെ മക്കൾ എല്ലാവരും പാടെ ഉള്ളൊരു ഫോട്ടോ. അതൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയപ്പോൾ എൻ്റെ ചങ്ങായിമാരെ ഒരു ഭക്ഷണം, പിന്നെ എൻ്റെ അമ്മാൻ്റെ ഒരു ഫോട്ടോ. ഇതോടുകൂടി